തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്തിനടുത്തുള്ള ഒരു അടിപൊളി മുന്തിരിത്തോട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ഏക്കർ കണക്കിന് ദൂരത്തിൽ പരന്നു കിടക്കുന്ന അതിവിശാലമായ മനോഹരമായ മുന്തിരിത്തോട്ടം. മുന്തിരിവള്ളികളിൽ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്ന പഴുത്ത മുന്തിരിക്കുലകൾ കാണുവാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇങ്ങനെ കായ്ച്ചു കിടക്കുന്ന മുന്തിരിക്കുലകളുടെ ഭംഗി കാണുവാനും മുന്തിരി വാങ്ങുവാനും ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലെ കടുത്ത വേനലിൽ പല തോട്ടങ്ങളിലും മുന്തിരിയില്ലെന്ന കിംവദന്തി കേട്ടുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. കേട്ടതൊന്നും ശരിയല്ലെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ എന്തായാലും ഇഷ്ടം പോലെ മുന്തിരിയുണ്ട്. അത് നല്ല ഓർഗാനിക്കായ പഴുത്ത മുന്തിരികൾ. മുന്തിരിയുടെ ചാകര എന്ന് തന്നെ പറയാം. തേക്കടിയിലെ തടാകത്തിൽ ഫാമിലിയുമൊത്ത് രാവിലെ ഒരു ബോട്ട് യാത്രയും കഴിഞ്ഞതിന് ശേഷമാണ് കമ്പം മുന്തിരിത്തോട്ടത്തിലേക്ക് യാത്ര തിരിച്ചത്. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ കുമിളിയിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററാണ് കമ്പം മുന്തിരിത്തോട്ടത്തിലേക്കുള്ള ദൂരം. കുമിളി കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ച് ചുരമിറങ്ങി പിന്നെ നിരപ്പായ റോഡിൽ കൂടി ഇരുഭാഗത്തും പലതരത്തിലുള്ള കൃഷിത്തോട്ടങ്ങളും കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. റോഡിൽ കൂടി കുറച്ച് കാളവണ്ടികളും പോകുന്നത് കണ്ടു. പതിനൊന്ന് മണിയോടെയാണ് MSR മുന്തിരിത്തോട്ടത്തിന് മുമ്പിലെത്തിയത്. മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളുമൊത്ത് ഇതേ തോട്ടത്തിലൊന്ന് വന്നു പോയതാണ്. ഫാമിലിയുമൊത്ത് ഒരു വരവ് കൂടി വരണമെന്ന് അന്നേ മനസ്സിൽ വിചാരിച്ചതാണ്. അന്ന് ഇവിടെ വരുമ്പോൾ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. റോപ്പ് വേയുടെയും സ്കൈ സൈക്ലിങ്ങിന്റെയും വർക്കാണെന്നാണ് അന്ന് പറഞ്ഞത്. സ്കൈ സൈക്ലിങ്ങിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അടുത്തത് എന്തായാലും റോപ്പ് വേ ഒന്നുമല്ല, സ്കൈ വാക്കോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും അതിലാരും കയറുന്നത് കണ്ടില്ല. സ്കൈ സൈക്ലിങ്ങിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തായാലും MSR മുന്തിരിത്തോട്ടത്തിൽ വരുന്നവർക്ക് മുന്തിരിത്തോട്ടം കാണുന്നതോടൊപ്പം നല്ലൊരു എന്റർടൈൻമെന്റ് കൂടിയായി. മുന്തിരിയിലകളുടെ പച്ചപ്പന് മുകളിൽ കൂടിയുള്ള ഈ ആകാശയാത്ര ഒരു കിടിലം അനുഭവമായിരിക്കും. ജനുവരി മാസത്തിലാണ് ആദ്യം ഇവിടെ വന്നത്. ഏത് സീസണിൽ വന്നാലും പഴുത്ത മുന്തിരിക്കുലകൾ കാണുവാൻ കഴിയുമെന്ന അറിവ് വെച്ചാണ് അന്ന് ഇവിടെ എത്തിയത്. ആ അറിവ് കറക്റ്റ് ആയിരുന്നു. അന്നും ധാരാളം പഴുത്ത മുന്തിരിക്കുലകൾ കണ്ടിരുന്നു. ഇന്ന് 2026 ഏപ്രിൽ മാസത്തിൽ വന്നപ്പോഴും അതുതന്നെയാണ് അവസ്ഥ. പക്ഷേ തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്താണെന്ന് മാത്രം. ഒരുപക്ഷെ അന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ മുന്തിരിയുണ്ടെന്ന് തോന്നി. നല്ലതുപോലെ പഴുത്ത് വിളഞ്ഞ പാകമായ മുന്തിരിക്കുലകൾ. എവിടെ നോക്കിയാലും പഴുത്ത മുന്തിരിക്കുലകൾക്കടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവരെ കാണാം. ഇവിടെ പൂവിട്ട് തുടങ്ങിയ മുന്തിരിച്ചെടികൾ. ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടി വലുതായ പച്ചനിറം മാറാത്ത കായകളുള്ള മുന്തിരിച്ചെടികൾ. ഈ ഭാഗത്ത് പഴുത്തു തുടങ്ങിയ കായകളുള്ള മുന്തിരിച്ചെടികളാണ്. അങ്ങനെ വിവിധ സ്റ്റേജിലുള്ള മുന്തിരി കൃഷി നടത്തുന്നത് കൊണ്ടാണ് ഏത് സമയത്ത് വന്നാലും ഇവിടെ പഴുത്ത മുന്തിരി കാണുവാൻ കഴിയുന്നത്. തോട്ടത്തിൽ തന്നെ മുന്തിരിയും മുന്തിരി ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ചെറിയൊരു സ്റ്റാളുമുണ്ട്. മുന്തിരി പറിച്ചാൽ 500 രൂപ പിഴയടയ്ക്കേണ്ടി വരുമെന്ന ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. തോട്ടത്തിലേക്ക് കയറുന്ന ഭാഗത്തുള്ള ഔട്ട്ലെറ്റിലും ഫ്രഷ് മുന്തിരിയും മുന്തിരി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. 3 കിലോയ്ക്ക് 210. 210 അന്നത്തെ വില തന്നെ. 3 കിലോ 210. കഴിഞ്ഞ തവണ വന്നപ്പോഴുണ്ടായിരുന്ന വില തന്നെയാണ് ഇപ്പോഴുമുള്ളത്. 3 കിലോ പാക്കറ്റിന് 210 രൂപ, 1 കിലോ മുന്തിരിക്ക് 70 രൂപ. 3 കിലോ പാക്കറ്റുകളിലാണ് ഇവിടെ മുന്തിരി വിൽക്കുന്നത്. 160.
മുന്തിരിത്തോട്ടത്തിന്റെ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഒന്നുകൂടി ആവർത്തിക്കുന്നത്. ഉച്ചയോടെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ഇറങ്ങി തിരികെ പോകുന്ന വഴിയിൽ പരുന്തുംപാറയിലും ഒന്ന് കയറി. ശബരിമലക്ക് പലതവണ പോയിട്ടുണ്ടെങ്കിലും തിരികെ പോകുന്ന വഴിക്കായതുകൊണ്ടും പിന്നെ സമയമുള്ളത് കൊണ്ടും കൂടിയാണ് പരുന്തുംപാറയിൽ പോയത്. പരുന്തുംപാറയ്ക്കടുത്തുള്ള ഈ ക്രൈസ്തവ ദേവാലയത്തിലും ഒന്ന് കയറി. പരുന്തുംപാറയിൽ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് പരുന്തുംപാറയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം ഈ ഓഫ് റോഡ് കാഴ്ചകളും കാണുവാൻ കഴിഞ്ഞു. കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.